മഴയുടെ സംഗീതം ഒരിക്കലും നിലയ്ക്കാത്ത ഗ്രാമം ആകുംബെ. മണ്ണിൻ്റെ മണമുള്ള, മഴയുടെ ആർദ്രതയുള്ള അനേകം കഥകൾക്ക് പശ്ചാത്തലമായ ഈ ഭൂമി ഇന്ന് നിശബ്ദതയുടെ പുതപ്പണിഞ്ഞിരിക്കുന്നു. മാൽഗുഡിയെ ഉർവരമാക്കിയ സ്വാമിയും മണിയും രാജവും തമ്പിയുമെല്ലാം ശബ്ദകോലാഹലങ്ങൾ കൊണ്ട് നിറച്ച വീടുകൾ, തെരുവുകൾ, അവ ഇന്ന് വിജനമാണ്. സ്വാമിയുടെ വീടായ ദൊഡ്ഡമനയും കാലത്തിൻ്റെ മുറിവുകൾ പേറി അടഞ്ഞു കിടക്കുന്നു. പണ്ട് വനപാതകളിലൂടെ സഞ്ചരിച്ചിരുന്ന വാണിജ്യ സംഘങ്ങൾക്ക് ഇടത്താവളമൊരുക്കിയിരുന്നു അകുംബെ. ബ്രിട്ടീഷ് ഭരണാധികാരികളും ദേശാധിപന്മാരും ആവോളം സത്രങ്ങൾ നിർമ്മിച്ച് അവർക്ക് ആതിഥ്യമേകി. തീരദേശ ദേശീയപാതയുടെ വരവോടെ 14 കൊടും വളവുകളുള്ള ഈ കാനനപാത അവരും ഉപേക്ഷിച്ചു. ഗ്രാമത്തിൽ തന്നെ കഴിച്ചുകൂട്ടുന്ന 4 അക്കം പോലും തികയാത്ത ഗ്രാമവാസികൾ മഴയുടെ അഭൗമ സൗന്ദര്യം ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികൾ ഇന്ന് ഈ കുഗ്രാമത്തിൽ ആകെ കാണുന്നത് ഇവരെ മാത്രം. പുതിയ തലമുറ എന്നേ നഗരങ്ങളിലേക്ക് ചേക്കേറി. ചെരിഞ്ഞു വീഴുന്ന മഴത്തുള്ളികളിൽ നിന്ന് ചുമരുകളെ രക്ഷിക്കാൻ ഇപ്പോൾ പ്ലാസ്റ്റിക് കവചങ്ങൾ ഒരുക്കിയിരിക്കുകയാണ് തദ്ദേശവാസികൾ. കാലം മാറി, ആളുകൾ മാറി, എന്നിട്ടും അകുംബെയുടെ മഴ മാത്രം മാറിയില്ല. എങ്കിലും എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും കാലത്തിനും മായ്ക്കാൻ കഴിയാത്ത മാൽഗുഡിയുടെ ചിത്രങ്ങൾ ഇന്നും ആ മണ്ണിൽ പതിഞ്ഞു കിടപ്പുണ്ട്. കഥകൾ അവസാനിക്കുന്നില്ല, അവ ഓർമ്മകളായി ജീവിച്ചുകൊണ്ടേയിരിക്കും.